ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. 2013 നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഉയർപ്പിൻ്റേതായ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് അർപ്പിക്കുവാൻ ഈ അവസരം ഞാൻ എടുക്കുകയാണ്. 40 ദിവസം വ്രതാനുഷ്ഠാനത്തോടെ ഒരാധ്യാത്മിക തീർത്ഥാടനമാണ് നാം നടത്തുന്നത്. ഈ 40 ദിവസത്തെ ഈ തീർത്ഥാടനം മാലാഖമാരെ പോലെ ജീവിക്കുവാനുള്ള ഒരു പരിശ്രമം കൂടെയാണ്. അങ്ങനെ മാലാഖമാരെ പോലെ വർജിക്കേണ്ടത് വർജിച്ചു, ദൈവസംസർഗത്തിന് മുൻതൂക്കവും ഊന്നലും കൊടുത്തു, ദാനധർമ്മങ്ങളിലൂടെ പുണ്യം നേടിയും നമ്മുടെ കർത്താവിൻ്റെ പെസഹായുടെ മേശയെങ്കിലേക്ക്, കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക്, ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്ക് നാം നടന്നെടുക്കുകയാണ്. കർത്താവിൻ്റെ ഉയർപ്പ് വലിയ പ്രത്യാശ മനുഷ്യന് നൽകുന്നതാണ്. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ മനുഷ്യൻ മരണത്തെ ഭയപ്പെട്ടിരുന്നു. മരണത്തെ അതിജീവിച്ച് ഒരു പുനർജീവിതം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യൻ്റെ വലിയ പ്രത്യാശയും വലിയ സ്വപ്നവുമായിരുന്നു. പല മതങ്ങളും ഇത് വ്യാഖ്യാനിക്കുവാൻ ഭയപ്പെട്ടു. പല മതങ്ങൾക്കും ഒരു ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകുവാൻ കാര്യമായി സാധിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഹൈന്ദവ സംസ്കാരത്തിൽ, ഹൈന്ദവ മതചിന്തകളിൽ ഒരു പുനർസൃഷ്ടി എന്നുള്ള ഒരാശയം ഈ പല സൃഷ്ടികളിലൂടെ, പല സൃഷ്ടിക്രമങ്ങളിലൂടെ മനുഷ്യാത്മാവ് സഞ്ചരിച്ച് നവീകരിക്കപ്പെട്ട് പല ജന്മങ്ങളെടുത്ത് ജന്മജന്മാന്തരങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ഈശ്വരന് വിലയം പ്രാപിക്കുക എന്നൊരു തത്വം ഹൈന്ദവ മതാചാര്യന്മാർ നൽകി. ഇത് തീർച്ചയായിട്ടും മരണത്തെ അതിജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ വലിയ ആഗ്രഹങ്ങൾക്ക് ഉത്തരം നൽകുവാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അവിടെയൊക്കെയും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോളം ഒരു വലിയ പ്രത്യാശ കൊടുക്കുന്ന അനുഭവം നാം കാണുന്നില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ ചോദിക്കുന്നു, യേശു ക്രിസ്തു ഉയർത്തിട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ഒരിക്കലായി വന്ന് നന്മ പ്രവർത്തിച്ച് മരിച്ച് ഇവിടെ മറ്റ് മനുഷ്യനെ പോലെ മണ്ണിനോട് മണ്ണ് ചേരുന്ന ഒരു ദൈവമല്ല യേശു ക്രിസ്തു. മറ്റു നേതാക്കന്മാരിൽ നിന്ന് യേശു ക്രിസ്തുവിനെ വ്യതിരിക്തനാക്കുന്നത് അവൻ ജനിച്ച് ജീവിച്ച് നന്മകൾ പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ആത്മത്യാഗം ചെയ്ത് തൻ്റെ ശരീരവും രക്തവും പോലും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വിഭാഗിച്ചു തന്ന് ഖബറിനുള്ളിലേക്ക് പോയി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശ തന്ന് തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് പുനരുദ്ധാനത്തിൻ്റെ അനുഭവം നൽകിക്കൊണ്ട് കടന്നുപോയ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകുമ്പോഴാണ് ഉയർപ്പ് നമ്മളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിനേക്കാൾ അധികം വളരെ അവഗാഹത്തോടെ ആത്മീയ അർത്ഥതലങ്ങളോടെ നാം ആഘോഷിക്കുന്നത് ഉയർപ്പാണ്. കാരണം ഉയർത്ത കർത്താവാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും പ്രമാണവും. ഉയർത്ത കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കും ശിഷ്യകൾക്കും നൽകിയ സമാധാനമാണ് നമ്മെ ജീവിപ്പാനായിട്ട് മുന്നോട്ട് നയിക്കുന്നത്. യേശു ഉയർത്ത കർത്താവ് അരുളി ചെയ്തു, മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലൗകിക സമാധാനമല്ല. ലൗകിക സമാധാനം എന്ന് പറയുന്നത് ആർജനമാണ്, നേട്ടങ്ങളാണ്, സുഖസൗകര്യങ്ങളാണ്. എന്നാൽ ക്രിസ്തു നൽകുന്ന സമാധാനം വേദനയുടെ നടുവിൽ യേശുവിൻ്റെ സംസർഗം അനുഭവിച്ചുകൊണ്ട് ലഭിക്കുന്ന ആത്മ സന്തോഷമാണ്. അത്
വിവരിക്കുവാൻ വയ്യാത്ത ഒരു ആത്മീയ അനുഭൂതിയാണ്. അതുകൊണ്ട് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും പ്രമാണവും. ഈ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടും. പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തു ഒരു കഥയല്ല, അവൻ ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ അംശമായി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അനുധാവനം ചെയ്ത് ആ സമാധാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ എതിരെ പ്രതികരിക്കുവാനും ഏത് പ്രയാസ സന്ദർഭങ്ങളിലും മുന്നോട്ട് പോകുവാനും കരുത്തേറുന്നത്. ഉയർപ്പ് ഞായറാഴ്ച ദിവസം വെളുപ്പാൻ കാലത്ത് സ്ത്രീകൾ യേശുവിനെ കാണുവാൻ പോയി. അവർ സുഗന്ധദ്രവ്യങ്ങൾ ഒരുക്കിക്കൊണ്ട് യേശുവിനെ കാണുവാൻ പോയി. യേശുവിനെ കാണുവാനായിട്ട് ഒരുങ്ങിപ്പോകുന്നവർക്കാണ് യേശു എതിരെ വന്ന് സമാധാനം നൽകുന്നത്. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അനുഭവം ഒരുങ്ങി യേശുവിനെ കാണുവാൻ പോയ സ്ത്രീകൾക്കാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീകളാണ് ആദ്യത്തെ സുവിശേഷകൾ. യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നുള്ള സുവിശേഷം ആദ്യമായി പറഞ്ഞത് ഈ സ്ത്രീകളാണെന്ന് നാം ഓർക്കണം. അവർ ചെന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. കീപായും യോഹന്നാനും മറ്റ് ശിഷ്യന്മാരും ഓടി കബറിങ്കിലെത്തി ആയിട്ടുള്ള ശൂന്യമായ കല്ലറ കണ്ടു. ഉയർത്ത കർത്താവിനെ കാണാഞ്ഞതിൽ അവർ ദുഃഖിച്ചു. പക്ഷേ ഉയർത്ത കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ച് ശ്ലീഹന്മാരാക്കി അവരെ നിറച്ചവനായ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് നാം ഓർക്കുക. ഉയർപ്പ് കാണുവാനുമായി പോയ സ്ത്രീകൾക്ക് വലിയൊരു പ്രതിബന്ധമായി കല്ലറയുടെ വാതുക്കൽ വലിയൊരു കല്ലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട, പലപ്പോഴും നന്മ പ്രവർത്തിക്കുവാനായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ഈ പാറകളെ പോലെ അനേക പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. പക്ഷേ ഈ പാറകൾ ആര് മാറ്റിത്തരുമെന്ന് ആത്മഗതം ചെയ്തുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് അവർ കല്ലറയണഞ്ഞപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് വെള്ളനിലയങ്കി ധരിച്ച് തേജോധാരികളായിരുന്ന മാലാഖമാർ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു എന്നതാണ് കാണുവാൻ സാധിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പാഠമാവണം. നന്മ പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് നാം പോകുമ്പോൾ പ്രതിബന്ധങ്ങളാകുന്ന വലിയ കൂരിരുൾ പാറകൾ നമ്മുടെ മുമ്പിൽ മഞ്ഞുപോലെ ഉരുകി മാറും. യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ യേശുവിനെ കണ്ട് യേശു നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി പുനരുദ്ധാനം ചെയ്ത യേശുവിൻ്റെ സന്ദേശം നമ്മളിൽ ഉൾക്കൊള്ളുകയും അതിൻ്റെ സന്ദേശവാഹകരായ സ്ത്രീകളെ പോലെ നാം ആയിത്തീരുകയും ചെയ്യും. അതാണ് ഉയർപ്പ് തരുന്ന വലിയ പാഠം, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തതുകൊണ്ട് യേശു ക്രിസ്തു നമ്മോടൊപ്പം നമ്മിലെ ഒരുവനെ പോലെയായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും പാപം ഒഴികെ കടന്നുപോയി അവൻ ഉയർത്ത് ജീവിക്കുന്നത് പോലെ നമുക്കും ഒരു ഉയർപ്പിൻ്റെ പ്രത്യാശയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന നാം തീർച്ചയായിട്ടും ആ ശരീരം നമ്മുടെ ഉള്ളിൽ സംഗ്രഹീതമായിരിക്കുന്നത് കൊണ്ട് നാം മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്നാലും ആ ശരീരം നമ്മിലുള്ളത് കൊണ്ട് യേശു ഉയർത്തെങ്കിൽ നാമും ഉയർക്കും. ഈ ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നപ്പോൾ ശിഷ്യന്മാരുടെ നിരാശയും അവരുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെയും മാറി അവർ സന്തോഷവാഹികളായി. മർക്കോസിൻ്റെ മാളികയിൽ ഒളിച്ചു പാർത്തിരുന്ന ശ്ലീഹന്മാർ കർത്താവിൻ്റെ ഉയർപ്പ് യാഥാർത്ഥ്യബോധത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മാളിക വിട്ട് പുറത്തിറങ്ങി മറ്റുള്ളവരോട് ഉയർപ്പിൻ്റെ സന്ദേശം പ്രസംഗിക്കുവാൻ കൽപ്പ് കിട്ടി. അപ്പോസ്തലനായ പത്രോസ് ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഉയർത്ത കർത്താവിനേക്കാൾ അധികം ഞങ്ങൾ മറ്റുള്ളവരെ അനുസരിക്കത്തില്ല. ഉയർത്ത കർത്താവ് ജീവിതത്തിൻ്റെ അനുഭവവും ജീവിതത്തിൻ്റെ അടിസ്ഥാനവും പ്രമാണവും പ്രത്യാശയുമാകുമ്പോൾ അപ്പോസ്തലന്മാരെ പോലെ നിരാശയ്ക്ക് ആമഗ്നരാകാതെ പ്രത്യാശയോടെ ധൈര്യത്തോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിറപടിയായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും മറ്റുള്ളവർക്ക് ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകുവാനും വിഷമത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരെ ഉയർത്ത കർത്താവിൻ്റെ സന്ദേശം എത്തിച്ച് നമ്മ കഴിയുന്നിടത്തോളം സമാശ്വാസ ശുശ്രൂഷ ചെയ്ത്
അവരെയും ഈ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും തീരുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഇന്ന് പലരും ഉയർപ്പ് എന്ന് പറയുന്നത് കേവലം ഭൗതികമായൊരു ആഘോഷമായി അധപ്പതിപ്പിക്കുകയാണ്. വളരെ സങ്കടമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുറിയാനി ക്രിസ്ത്യാനികൾ ധാരാളമായി അധിവസിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും ഉയർപ്പ് ഞായറാഴ്ച ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ അളവ് വർദ്ധിച്ചു വരികയാണ്. മദ്യത്തിലൂടെ ആഘോഷിക്കുന്ന ഒരു പെരുന്നാളല്ല ഉയർപ്പ്. ഉയർപ്പ് പ്രകാശത്തിൻ്റെ പെരുന്നാളാണ്. ഉയർപ്പ് പ്രത്യാശയുടെ പെരുന്നാളാണ്. ഉയർപ്പ് ദിവ്യമായ സമാധാനത്തിൻ്റെ പെരുന്നാളാണ്. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, ഈ 2013 ഉയർപ്പ് നമുക്ക് പ്രത്യാശയുടെയും ദിവ്യമായ സമാധാനത്തിൻ്റെയും വലിയ ഒരു അനുഭവമായി, പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് എൻ്റെ യേശുവിന് വേണ്ടി മരിച്ച് എൻ്റെ യേശുവിൻ്റെ സന്ദേശം മറ്റുള്ളവരോട് അറിയിച്ച് ഉയർക്കപ്പെട്ട യേശുവിൻ്റെ നല്ല മക്കളായിട്ട് ജീവിപ്പാൻ, സമൂഹത്തിൽ യേശുവിൻ്റെ സമാധാനം വിളമ്പുവാൻ ഉള്ള മുഖാന്തരങ്ങളായി നാം തീരട്ടെ. ഈ വഞ്ചന നിറഞ്ഞ, ഈ കാലുഷ്യം നിറഞ്ഞ, ഈ അധാർമികത നിറഞ്ഞ, അധാർമികതയുടെ കൂരിരുൾ നിറഞ്ഞ ഈ ലോകത്തിൽ പ്രകാശവാഹികളായി, സമാധാനവാഹികളായി ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഉയർപ്പ് പെരുന്നാളിൽ ബലഹീനായ ഞാനും നിങ്ങളെല്ലാവരോടും ഒപ്പം സന്തോഷിക്കുകയും ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കൂടുതൽ വളരുവാനും ഇടയാകുവാനുമായി പ്രാർത്ഥിക്കുന്നു. ബലഹീനായ എൻ്റെയും കൽക്കട്ട ഭദ്രാസനത്തിൻ്റെയും സെൻറ് തോമസ് മിഷൻ്റെയും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. ദൈവം തമ്പുരാൻ തൻ്റെ വലത്തൃക്കരം നീട്ടി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ഇടതുകയും വലതുകയും സമ്പാദിക്കുന്ന സകലത്തെയും 30 60 100 വർദ്ധിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടെ ആശംസകൾ നേർന്നുകൊണ്ട് ബലഹീനായ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.